അസ്സലാമു അലൈക്കും. ഇത് എൻ്റെ ഫാർമസിക്കടുത്ത് ജോലി ചെയ്യുന്ന ഒരു ഇന്തോനേഷ്യക്കാരനാണ്. അദ്ദേഹം ഈ ഗ്രോസറിയിൽ ഇരുന്നിട്ട് 21 ജുസാണ് ഇദ്ദേഹം ഇവിടെ നിന്ന് പഠിച്ചത്. 21 ജുസ. ഇത് ഞാനെടുത്ത വോയിസ് ക്ലാരിറ്റി കുറവുകൊണ്ടാണ് ഞാനിത് രണ്ടാമത് ഇതിൻ്റെ മേലെ കൂടെ റെക്കോർഡ് ചെയ്തത് കേട്ടോ. ഇദ്ദേഹം ഇവിടെയുള്ള ഒഴിവ് സമയത്ത് ഇരുന്ന് ഖുർആൻ ഓതി 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 പഠിച്ച് ഹിഫ്ലാക്കിയത് 21 ജുസാണ്. സ്വർഗത്തിൽ കയറുന്ന ഓരോ സംഘത്തോടും ഓരോ വ്യക്തിയോടും അല്ലാഹു തആല ഖുർആൻ ഓതാൻ പറയുന്നതാണ്. ഖുർആൻ എത്രത്തോളം ഓതുന്നോ അത്രയും അവർക്ക് സ്വർഗത്തിൽ അവരുടെ ദറജ കൂടും. ഖുർആൻ ഹിഫ്ലുള്ളത്. ഇപ്പോൾ ഖുർആൻ ഹിഫ്ലാക്കുക എന്ന് പറഞ്ഞാൽ വളരെ പ്രതിഫലമുള്ള കാര്യമാണ്. ഇയാൾ ഇവിടെ ഇരുന്നിട്ട് ചെയ്ത മറ്റൊരു കാര്യം എന്താ വെച്ചാൽ 5 ജുസ് ഇയാളുടെ കുട്ടിയെ 6 വയസ്സുള്ള കുട്ടിയെ പഠിപ്പിച്ചു. ഹിഫ്ല് 6 വയസ്സുള്ള കുട്ടിക്ക് 5 ജുസ് ഹിഫ്ലാക്കി കൊടുത്ത് ഇവിടെ ഇരുന്നിട്ട് ഓൺലൈനായി പഠിപ്പിച്ചിട്ട്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ നമ്മൾ ജോലി സമയത്തിനിടയ്ക്കൊക്കെയുള്ള സമയം ഇത്രയും പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ തെളിവാണത്. ഒരു ഹദീസ് ഉണ്ട്, എന്താ വെച്ചാൽ നിഅമതാനി മഖബൂലതാനി ഫിഹിമാ കസീറും മിനന്നാസ് അസ്വിഹത്ത് വൽ ഫറാ എന്നാണ്. അതായത് 2 അനുഗ്രഹങ്ങൾ, ആ 2 അനുഗ്രഹങ്ങളുടെ കാര്യത്തിൽ ജനങ്ങളിൽ അധികം ആളുകളും വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വഞ്ചിക്കപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഒന്നാമത്തത് സിഹത്ത്, ഒന്ന് ആരോഗ്യമുള്ള സമയം നഷ്ടപ്പെട്ടാലാണ് പിന്നീട് എന്തൊക്കെ ചെയ്യാമായിരുന്നു, ഇപ്പോൾ കിടപ്പിലായല്ലോ എന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. അതേപോലെ തന്നെ സിഹത്ത് വൽ ഫറാ, മറ്റേത് ഒഴിവ് സമയമാണ്. ഒഴിവ് സമയമൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരക്കിപ്പെട്ടപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക അന്ന് ഉള്ള ജോലി ഒഴിവ് സമയമുള്ള ജോലിയായിരുന്നു. ഇപ്പോൾ നമുക്ക് ഒഴിവ് സമയമുള്ള ജോലിയാണെങ്കിൽ നമ്മളിപ്പോൾ നൗ ദിസ് ഈസ് ദ ടൈം ടു ലേൺ, ദിസ് ഈസ് ദ ടൈം ടു ടീച്ച്, ദിസ് ഈസ് ദ ടൈം ടു മേക്ക് ഹിഫ്ല്. അത് നമ്മൾ മനസ്സിലാക്കുക. അല്ലെങ്കിൽ നാളെ പഠിച്ചവൻ്റെ മുന്നിൽ നമ്മൾ ആൻസറബിൾ ആയിരിക്കും. നമ്മൾ ഓരോരുത്തരും ആൻസറബിൾ ആയിരിക്കും. നമ്മുടെ ആരോഗ്യം, ഒഴിവ് സമയം. അപ്പോൾ ഈ ഹിഫ്ലാക്കുക എന്ന് പറഞ്ഞാൽ ഇത്രയും പ്രധാനമുള്ള, ഇത്രയും പോരിശുള്ളൊരു സംഗതിയാണ്. അപ്പോൾ അയാൾ സ്വയം ഹിഫ്ലാക്കുക മാത്രമല്ല ചെയ്തത്, അയാളെ കുട്ടിയെ, 6 വയസ്സുള്ള കുട്ടിയെ പഠിപ്പിച്ചു. ആ 5 ജുസ് ഹിഫ്ലാക്കി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊക്കെയുള്ള ഒഴിവ് സമയം പ്രൊഡക്റ്റീവായ രൂപത്തിൽ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ നാളെ പരലോകത്ത് രക്ഷപ്പെടാൻ എളുപ്പമായിരിക്കും. അത് ഉപയോഗപ്പെടുത്താതിരുന്നാൽ അതിനനുസരിച്ചുള്ള തിക്താനുഭവങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ്.